ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും അതിനൊരു ഉത്തരം കാണില്ല. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥലമെന്ന് പറയുന്നത് മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ തന്നെയാണ്. അവിടുത്തെ ഓരോ ചുവടുകളും മരണത്തിലേക്കുള്ള വഴിയായാണ് കണക്കാക്കുന്നത്. കഥയുടെ തുടക്കം 1985 നിന്നാണ്. രണ്ട് സുഹൃത്തുക്കൾ, ജോ സിപ്സണും അതുപോലെ തന്നെ സൈമൺ യേറ്റ്സ്, ആൻഡീസ് പർവ്വതനിരകളിലെ സിയൂല ഗ്രാൻഡെ എന്ന ആരും കയറിയിട്ടില്ലാത്ത കൊടുമുടി കീഴടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അത് അവരുടെ അവസാനത്തെ ശ്രമമായിരുന്നു എന്ന് മാത്രം. അങ്ങനെ ആ കൊടുമുടി അവർ കീഴടക്കാനായി ആരംഭിച്ചു. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു കഥയുടെ ആരംഭം. കൊടുമുടി കീഴടക്കിയതിന് ശേഷം താഴെ ഇറങ്ങുമ്പോഴാണ് അവരുടെ വിധി മാറ്റിയ ആ സംഭവം അവിടെ നടക്കുന്നത്. അവരുടെ കണക്കുകൂട്ടുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പ്രകൃതിയുടെ ആ ഒരു തിരിച്ചടി സംഭവിച്ചിരുന്നത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് തൻ്റെ കാൽ ഒരു വലിയ പാറയിൽ തട്ടുന്നു. കാൽമുട്ട് പൂർണ്ണമായും തകർന്നിരുന്നു. എല്ലുകൾ പൂർണ്ണമായും തുളച്ച് പുറത്തു വന്നിരുന്നു. 6000 അടി ഉയരത്തിൽ തകർന്ന കാലുമായി നടക്കുക അസാധ്യം തന്നെയാണ്. സൈമൺ ഒരു വഴി കണ്ടെത്തി. 300 അടി നീളമുള്ള കയറിൽ കെട്ടി ജോയെ താഴേക്ക് ഇറക്കുക. പക്ഷേ ഇരുട്ട് പരന്നിരുന്നു. അവർ ഒരു ടൈം ബോംബിന്റെ മുകളിലായിരുന്നു. ഏതു നിമിഷവും ഒരു അപകടം വന്നേക്കാമെന്ന പൂർണ്ണ ഉറപ്പോടു കൂടിയാണ് അവർ രണ്ടുപേരും അന്ന് തള്ളി നീക്കിയത്. രാത്രിയുടെ മധ്യത്തിൽ ആ അപ്രതീക്ഷിത സംഭവം നടന്നു. സൈമൺ അറിയാതെ ജോ സിപ്സൺ ഒരു അഗാധമായ മലയിടുക്കിന്റെ വക്കിൽ കുടുങ്ങി. ജോ ആ മലയിടുക്കിലേക്ക് തൂങ്ങിക്കിടന്നു. കയർ മുറുക്കി സൈമൺ മഞ്ഞിൽ ഉറഞ്ഞു പോവുകയായിരുന്നു പിന്നീട് സംഭവിച്ചിരുന്നത്.